ട്യൂട്ടോറിയൽ സെക്ഷൻസ് ആൻഡ് ട്രെയിനിങ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ IT ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് ഈ ട്യൂട്ടോറിയലിൽ നോക്കാം. അതിനായിട്ട് ആദ്യമേ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിനകത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് കൊടുക്കുക. വിഷ്വൽ സ്റ്റുഡിയോ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ വരുന്നതായിരിക്കും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് വന്ന് ഇങ്ങനെ സ്ക്രീൻ വരും. ഫസ്റ്റ് വെബ്സൈറ്റിലേക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റിംഗ്. ഇതിൽ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് സപ്പോർട്ട് ആകുമെന്നും പിന്നെ ഏതൊക്കെ വിൻഡോസിലാണോ ഏതൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് മാക്കോസിലാണോ വിൻഡോസിലാണോ ലിനക്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഇതിലിപ്പം വിൻഡോസ് ആണ്. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ഫോർ വിൻഡോസ് വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ വരുന്നുമുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. 22 സെക്കൻഡ്സിനുള്ളിൽ അത് ഡൗൺലോഡ് ആകും. ഇതായിരിക്കും നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ വരുന്ന സ്ക്രീൻ. അതായത് താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് VS കോഡ് ഫോർ വിൻഡോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് VS കോഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡായി നമുക്ക് ഷോയിങ് ഫോൾഡറിൽ എടുക്കാം, ഓപ്പൺ എടുക്കാം. ഞാനിവിടെ ഓപ്പൺ എടുത്തു. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതിലും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ. ഇവിടെ ഇപ്പം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. നമുക്ക് സ്ക്രീൻ മിനിമൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇതായിരിക്കും ഫസ്റ്റ് സ്ക്രീൻ വരുന്നത്. ഇവിടെ നമുക്ക് ഫയലിൽ ഓപ്പൺ ഫോൾഡർ വേണമെങ്കിൽ ഫോൾഡർ കൊടുക്കാം. ഓപ്പൺ ഫയൽ ഡയറക്റ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓപ്പൺ ഫോൾഡറാണ് കൊടുക്കുന്നത്. ഫയലിനകത്ത് ഓപ്പൺ ഫോൾഡർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിൽ ഏത് ഫോൾഡറാണ് വേണ്ടതെന്നുള്ളത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനൊരു D ആണ് സെലക്ട് ചെയ്തത്. സെലക്ട് ഫോൾഡർ. നമ്മുടെ ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്യണോ അതോ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണോ, പുതിയ ഫോൾഡർ ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. ഞാൻ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും സ്ക്രീൻ വരുന്നത്. അൺടൈറ്റിൽഡ് ഇങ്ങനെയും കൊടുക്കാം. അത് കൂടാതെ നമ്മുടെ ഫോൾഡർ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ പ്ലസ് സൈൻ കണ്ടില്ലേ, അവിടെ ഡയറക്റ്റ് നമുക്ക് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഡെമോ എന്ന് കൊടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ഡെമോ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലൊക്കെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ന്യൂ ഫയൽ എടുത്തതിന് തൊട്ടിപ്പുറത്ത് തന്നെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഫയലിലുള്ള മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഫയൽ കാണാം, ഓപ്പൺ ഫോൾഡർ കാണാം. ഇപ്പം നമുക്ക് ഓപ്പൺ ഫോൾഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡർ ഏതോ ഫോൾഡർ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ആ കോഡുള്ളത് നമുക്ക് ഡയറക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് ഫയലിനകത്ത് സേവ് ചെയ്യണമെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഉണ്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഐക്കൺ നിൽക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കോഡിലോട്ട് പോകും. ഇത്രയാണ് വിഷ്വൽ സ്റ്റുഡിയോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അടുത്ത ക്ലാസ് തൊട്ട് HTML CSS പോലുള്ള ലാംഗ്വേജ് എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തെങ്കിലും വീഡിയോയിൽ പറ്റിയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയേണ്ടതാണ്. താങ്ക് യു.